ഓയ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ആഴ്ച കുറേയധികം കിടിലൻ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ സ്പൈഡർമാനെ കുറിച്ചും കുറേ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോണിയും മാർവലും കൂടി കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ DC ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ജോക്കർ സിനിമ ബോക്സ് ഓഫീസ് 8 നിലയെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പടം കണ്ടോ? നമ്മുടെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. സോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ ആദ്യം ടൈം ഒന്നും ഞാൻ കളയുന്നില്ല. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എനിക്കറിയാം ക്ലീഷേ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, മറ്റൊന്നുമല്ല. നമ്മുടെ ചാനലിനെ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ 100K എന്ന് പറയുന്ന ആ ഒരു ഗോളിലേക്ക് എത്തുള്ളൂ. സോ എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങളിൽ ഏർപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനലിനെ 100K എന്ന് പറഞ്ഞ ആദ്യത്തെ ഗോളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ ഞാൻ വിശ്വാസം വെക്കുന്നു. കാരണം വിശ്വാസമാണ് എല്ലാം. അത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ക്ലീഷേ ഒന്നും പറയുന്നില്ല. നേരെ നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ ന്യൂസിലേക്കായിട്ട് നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, ജോക്കറിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ജോക്കർ 2ന്റെ ഡയറക്ടറായിട്ടുള്ള ടോഡ് ഫിലിപ്സ് ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നിർത്തി, ഇനി ഒരു DC പടം ചെയ്യാൻ എനിക്ക് കഴിയല. ജോക്കർ 3 എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഞാൻ കുറേ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റിയാക്ഷൻസ് എല്ലാം ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഈ ഒരു സിനിമയ്ക്കൊരു സീക്വലിലേക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എനിക്കിനി ഒരു DC സിനിമയും ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് അൺഫോർച്ചുനേറ്റ്ലി ടോഡ് ഫിലിപ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നു ടോഡ് ഫിലിപ്സിന്റെ അഭിപ്രായത്തോടെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ ഇനി നമുക്ക് ബ്രാഡ് വിൻറ്റർബമ്മിന്റെ ഭാഗത്ത് നമുക്ക് മറ്റൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ തന്നെയാണ് കറന്റ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ TVയുടെയും അതുകൂടാതെ ആനിമേഷന്റെ ഹെഡ്. ആൻഡ് പുള്ളിക്കാരന് ഗോസ്റ്റ് റൈഡറിന്റെ ഒരു TV സീരീസ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജോണി ബ്ലേസിന്റെ സ്റ്റോറി ലൈൻ അല്ല അവർ ഫോക്കസ് ചെയ്യാൻ പോണേ. ഡാനി കെച്ചിന്റെ സ്റ്റോറി ലൈൻ ആണ് അവർ ഫോക്കസ് ചെയ്യാൻ പോണേന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് അങ്ങനെ അധികം അറിയില്ല. കാരണം ഗോസ്റ്റ് റൈഡർ നമുക്ക് എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ജോണി ബ്ലേസും 2 നിക്കോളാസ് കേജും. ആൻഡ് ഇതിനകത്ത് നമ്മൾ റയാൻ ഗോസ്ലിംഗ് ആകാൻ സാധ്യതയുണ്ടെന്നുള്ള കുറേ റൂമേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും ഇതാണ് അവരുടെ അടുത്ത വലിയൊരു TV സീരീസ് വരാൻ പോണ ഒരു പ്രൊജക്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ TV സീരീസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് DCയുടെ ജെയിംസ് ഗണ്ണിന്റെ യൂണിവേഴ്സിൽ നിന്ന് വരാൻ പോകുന്ന ലാൻഡേൺസ് എന്ന് പറഞ്ഞ സീരീസിനെ കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ജോഷ് ബെർലിൻ ആയിരിക്കും ഹാൾ ജോർഡന്റെ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പോണേ. അതിനുശേഷം ജോഷ് ബെർലിൻ തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ ഒരു രീതിയിലും താല്പര്യമില്ല. ആ ഒരു റോള് പുള്ളിക്കാരൻ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കൈൽ ഷാൻഡ്ലർ ആയിരിക്കാം ഇനി വരാൻ പോകുന്ന ലാൻഡേൺ സീരീസിനകത്ത് ഹാൾ ജോർഡന്റെ ക്യാരക്ടറിനെ ചെയ്യാൻ പോണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ ജെയിംസ് ഗൺ പറയുന്നത് ഇത് ഹാൾ ജോർഡൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഹാൾ ജോർഡനെയാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ടോൺ തന്നെയായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്ന. ആദ്യം എർത്തിൽ നിന്ന് പിന്നെ ഇവർ സ്പേസിലേക്ക് പോകും. അങ്ങനത്തെ കുറച്ച് കഥകളെല്ലാം നമുക്കൊരു ചെറിയൊരു സിനോപ്സിസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ കയ്യിലായിരിക്കും മിക്കവാറും പുതിയ വരാൻ പോണ ഹാൾ ജോർഡന്റെ ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമുക്ക് DCയിൽ തന്നെ സൂപ്പർ ഗേൾ സിനിമയെ കുറിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ ഗേൾ സിനിമയുടെ മെയിൻ വില്ലൻ ആകാൻ പോകുന്നത് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്ന മറ്റിയാസ് ആയിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വുമൺ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ DCയുടെ സൂപ്പർമാൻ സിനിമയ്ക്ക് ശേഷമാണ് ഇത് അവർ ഇറക്കാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് DC പറയുന്നത് ഇതൊരു പുതിയൊരു എറയായിരിക്കും. അത് കൂടാതെ തന്നെ വുമൺ എംപവർമെന്റും കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ കാണിക്കുമെന്നാണ് നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു വില്ലൻ ആപ്റ്റ് ആണ് ഒരു സിനിമയ്ക്ക് എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാമ്പേഴ്സിന്റെ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഈ അടുത്തിടയിൽ മൈക്കൽ B. ജോർഡന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സിന്നേഴ്സിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ട്രെയിലർ കണ്ടു നോക്കൂ. വൻ പൊളിയായിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ ട്രെയിലറിനകത്ത് കുറച്ചും കൂടി സ്പൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയ്ലി സ്റ്റേഫീൽഡിനെയും കൂടി നമ്മൾ അവർ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു വാമ്പയറിന്റെ ക്യാരക്ടറിനെയാണ് പ്ലേ ചെയ്യാൻ പോണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് സിന്നേഴ്സിന്റെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഗെയിമിംഗിലേക്ക് നമുക്ക് നോക്കാം. ആൻഡ് അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെ പ്ലേ സ്റ്റേഷനകത്ത് സോണി ഇപ്പോൾ പുതിയൊരു ഉഡായ്പ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈബ്രറിക്കകത്ത് ഇടയിൽ അവർ ആഡ് പ്ലേസ് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് ഓരോ ഗെയിം നിങ്ങളിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആഡ് കാണാൻ കഴിയും. ഇതെന്തൊരു തെണ്ടിത്തരാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടുത്തിറങ്ങുന്ന സിനിമകളെല്ലാം പൊട്ടുന്നത് കൊണ്ട് പ്ലേ സ്റ്റേഷൻ വിറ്റെങ്കിലും കാശ് ഉണ്ടാക്കാൻ അതിൻ്റെ കൂടെ അത് മോണിറ്റൈസും കൂടി ചെയ്യുവാണോ സോണി ചെയ്യുന്നതെന്നാണ് എനിക്കിത് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം. എന്താണെങ്കിലും
ഇത്രയും ഗതികെടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സോണി. അത് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് നേരെ അടുത്ത ഗെയിമിങ്ങിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കേട്ടിട്ടുള്ളൊരു പേര് തന്നെയായിരിക്കും ഹിഡിയോ കൊജീമ. ആൻഡ് കൊജീമ തന്നെയാണ് ഡെത്ത് സ്ട്രാൻഡിങ് പിന്നെ മെറ്റൽ ഗിയർ സോളിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസിൻ്റെയൊക്കെ ക്രിയേറ്റർ. ആൻഡ് പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഗെയിമായിരുന്നു ഡെത്ത് സ്ട്രാൻഡിങ്. ആൻഡ് ഡെത്ത് സ്ട്രാൻഡിങ്ങിൻ്റെ ഒരു ലൈവ് ആക്ഷൻ സിനിമ പുള്ളിക്കാരൻ ചെയ്യാൻ പോകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ള മറ്റാർക്കുമല്ല, ഹൊറർ ഫിലിംസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സിനിമകൾ എടുക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള A24 അതിൻ്റെ കോൺട്രാക്ട് കൊടുത്തേക്കണേന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര കിടിലനായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെ ജുറാസിക് വേൾഡിൻ്റെ പുതിയ വരാൻ പോണ സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, റീബർത്തിനെ കുറിച്ച് തന്നെ. ആൻഡ് ഫൈനലി സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. യെസ്, സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഫെന്റാസ്റ്റിക് ഫോറിൻ്റെയും അതുകൂടാതെ തന്നെ സൂപ്പർമാൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. സാൻഡ്വിച്ച് ആയി പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് അവർ എന്താണ് എക്സ്പ്ലോർ ചെയ്യുക, നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വലിയൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നല്ലൊരു സിനിമയാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് പണ്ട് പോലെ ഞാൻ കൊച്ചിനെ കൊണ്ട് കണ്ടു വളർന്നിട്ടുള്ളൊരു സീരീസ് തന്നെയായിരുന്നു ജുറാസിക് പാർക്ക് സീരീസ്. സോ നല്ലൊരു സിനിമയാകട്ടെ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. സോ നമുക്ക് MCUവിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു വലിയൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഇറക്കിയിട്ടുണ്ടായിരുന്ന അഗേത സീരീസ് തന്നെയായിരുന്നു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ അവർ ഇതുവരെ ചെയ്തിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും കാശ് കുറവിൽ അവർ ചെയ്തിട്ടുള്ള സീരീസ്. അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബഡ്ജറ്റ് ഭയങ്കര കുറവായിരുന്നു ഈ ഒരു സീരീസിൽ നിന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മാർവലിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് നമുക്ക് ആദ്യത്തെ എപ്പിസോഡ് മുതലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ അഗേതയ്ക്ക് ഉടുക്കാൻ തുണി പോലും അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും എത്രത്തോളം ബഡ്ജറ്റ് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് എങ്ങനെ, അതായത് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് എങ്ങനെ പെർഫോം ചെയ്തിട്ടാലും മാർവലിന് ഒരു പുല്ലുമില്ലെന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും ഫക്ഡ് അപ്പ് ആയിട്ടുള്ള ന്യൂസിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അത് മറ്റൊന്നുമല്ല, സോണിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്, വേറെ ആരുടെ ഭാഗത്തുനിന്ന് ആയിരിക്കും ഇതേപോലത്തെ ഫക്ഡ് അപ്പ് ന്യൂസ് ഒക്കെ വരുന്നത്. അതായത് മാർവല് സീക്രട്ട് വാഴ്സിന് ശേഷം വീണ്ടും ആ ഒരു യൂണിവേഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. കാരണം അതിനുശേഷം നമുക്കിനി കാണാൻ പോകുന്ന മ്യൂട്ടൻസ് സാഗ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കറന്റ് സോണി എന്താ വിചാരിക്കണേന്ന് പറഞ്ഞാൽ സീക്രട്ട് വേഴ്സിന് ശേഷം അവരും അവരുടെ ഈ യൂണിവേഴ്സ് റീബൂട്ട് ചെയ്യാൻ പോകാന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി എന്താ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എന്തൊരു സാധനങ്ങൾ ഇനി ഇറങ്ങാൻ പോണ എന്ത് കോപ്പാണെങ്കിലും അതെല്ലാം സീക്രട്ട് വേഴ്സിന് ശേഷം പുതിയൊരു റീബൂട്ട് ആയിരിക്കും അവർ ചെയ്യാൻ പോണേന്ന്. സോ ബേസിക്കലി റെലവൻ്റ് അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സോണിവേഴ്സിൽ വരുന്ന ഒരു സിനിമ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി നമുക്ക് നേരെ മാർവലിൻ്റെ പുതിയൊരു നല്ലൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വെനത്തിനെ കുറിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് സോണിയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് MCUവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും നോവേ ഹോമിന് ശേഷം ആ ഒരു സിംബിയോട്ടിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം അവിടെ ഇട്ടിട്ടെടി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്കകത്ത് വെനമായിരിക്കോ വില്ലെന്നുള്ള കുറേ സ്പെക്കുലേഷൻ നമ്മൾ ഓരോരുത്തരും നടത്തിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MCUവിനകത്ത് അവർ പുതിയൊരു വെനത്തിനെ ക്രിയേറ്റ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഇത് എഡി ബ്രോക്കിൻ്റെ വെർഷൻ ആയിരിക്കില്ല. ഇത് തികച്ചും ഒരു വ്യത്യസ്ത വെർഷൻ ആയിട്ടുള്ളൊരു വെനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. സ്പെക്കുലേഷനിലേക്ക് നമ്മളിനി നോക്കുവാണെങ്കിൽ നമുക്കറിയാം MCUവിലേക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോർപ്പിയോനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്കോർപ്പിയോനെ അവർ അത്രയ്ക്ക് വലിയ രീതിയിൽ അവർ ജസ്റ്റ് ടീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ വലിയ രീതിയിൽ അവർ കാണിച്ചിട്ടില്ല. സോ മാറ്റ് ഗാർഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ മേത്തായിരിക്കും സിംബിയോട്ട് കയറാൻ പോണേന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കോമിക്സ് നോക്കിയാൽ നമുക്കറിയാം വെനത്തിൻ്റെ മറ്റൊരു കിടിലനായിട്ടുള്ളൊരു ഹോസ്റ്റ് തന്നെയാണ് സ്കോർപ്പിയോൺ. സോ മിക്കവാറും ചിലപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞ പ്ലേ സ്റ്റേഷൻ്റെ ഗെയിം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാരിയുടെ മേത്ത് സിംബിയോട്ട് കയറുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഈ ഒരു ന്യൂസ് എനിക്ക് കേട്ടിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഇതുവരെ കണ്ടു വന്നതിനുള്ളതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോഴും നമുക്കിപ്പോഴും സോണിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. സോ സോണിയും കൂടി സമ്മതിക്കണം ഇതെല്ലാം റിയാലിറ്റിയിലേക്ക് വരാൻ. അത്രേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയുള്ള ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യങ്ങൾ തന്നെ. ആൻഡ് ഈ ആഴ്ചയുടെ മൂവി റെക്കമെൻഡേഷൻ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ നമ്മുടെ ഇതിൽ കമൻസിനകത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സ്റ്റേ awesome. See you guys in next episode. Watch.